റോഡിന് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? അതെ. അതിന്റെ ഭാഗമായിട്ട് ആ സ്കൂളിന്റെ പിറകിൽ കൂടെയുള്ള വഴിക്ക് ഒന്ന് വീതി കൂട്ടണം. മാത്രമല്ല പാലം പണിക്കുള്ള മെറ്റീരിയൽസ് ഒക്കെ വരുന്ന ആ വഴിക്കാണ്. അപ്പൊ ആ റോഡിന് നല്ല ഉറപ്പ് വേണം. വേണ്ടേ? വേണ്ടേ? വേണം. വേണം. അതിന് ആ പാപ്പന്റെ കടയും പയ്യന്റെ കുളവും ഞാൻ പൊളിച്ചു മാറ്റാൻ പോവാ. എപ്പോ? ഇപ്പോ. സർക്കാരിന്റെ തീരുമാനമാണ് മിസ്റ്റർ കൃഷ്ണൻ. രോഗിച്ചതും കൽപ്പിച്ചതും പണി ഞാൻ കൊടുക്കും സാറേ. അല്ല, അവർക്കൊരു കുറച്ച് സാവകാശം കൊടുത്താൽ അവന് ഗപ്പികളൊക്കെ വേറെ കുളത്തിലേക്ക് മാറാൻ എളുപ്പമാവില്ലേ? അപ്പൊ പിന്നെ എന്താ രസം? നമുക്ക് ഇപ്പൊ പോവാം സാറേ. സമയമെടുക്കും. ലാലിച്ചനെ എല്ലാവരും വിളിച്ച് അറിയിക്കണ്ടേ? എന്താ സാറേ, ഇന്നങ്ങോട്ട് പോയില്ലേ? ഇല്ലടാ, ഒരു ചെറിയ പ്രശ്നമുണ്ടോ? എന്താ സാറേ? എന്തേ? ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നോക്കാൻ വേണ്ടി വന്നതാ. എന്താ പ്രശ്നമാണ്? സാറേ, കട പൊളിച്ചോ സാറേ? കുളം പൊളിക്കല്ലേ സാറേ? എന്തായാലും കുറച്ച് സമയം കൂടെ കൊടുക്കും സാറേ, അവരത് മാറ്റിക്കോളും.
ഇതേ ഒരു കോമഡി അഡ്വർടൈസ്മെന്റ് കോമഡി കറക്കൂട്ടാ. വെറും ഒരു 10 ലക്ഷം തൊട്ട് തീർക്കാം. ഇതാകുമ്പോ ഇത് ഇമോഷണല. ഒരു 8 ലക്ഷം രൂപക്ക് തീരും. അല്ല ഇവിടെ സിസിഎസിന്റെ സിറിഞ്ചിമിക്കണല്ലേ? അതേലോ. ആ അപ്പൊ ഒരു വയലൻസ് കൂടി പിടിച്ചാ പോരെ. ഒരു 12 lakhs പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. എന്റെ ഒരു കർത്താവേ. പോളി പൊളിക്കുന്ന സാധനം വെച്ച്. അതെ ചങ്കുതികാരാ, എന്റെ ഇത്രയും കാശൊന്നും ഉണ്ടാവില്ല. കൂടി വന്ന ഒരു ലക്ഷമൊക്കെ തരാം. 1 ലക്ഷം രൂപ? ആ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, ലോക്കൽ ചാനലിൽ കൊടുക്കാനാ. എടാ എന്നാ പിന്നെ വല്ല ലോക്കൽസ് വിളിച്ചാ പോരെ. എനിക്ക് ഫ്രെയിം ഒക്കെ തന്നെ 1 ലക്ഷം രൂപ. അപ്പൊ ഇത് ലോക്കലല്ലേ പണിയെ? ആയിരുന്നു. ജോസഫേട്ടാ, ഞാൻ തന്ന അഡ്വാൻസിൽ നിന്ന് ഒരു 10,000 രൂപ തിരിച്ചു വേണം, അത്യാവശ്യം. എന്തുട്ടക്കടാവിയത്? നീ പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ എടുത്തിട്ട് തരാനാ? നീ എന്തുട്ടാ ഇങ്ങനെ പേടിപ്പിക്കേണ്ട രീതിയിൽ നോക്കണം? കാശ് തരൂല്ലേ? ഒരു 500. ആ ഇതാരാ? അതൊരു വലിയ കഥയാണ്. കഥയാണോ? എനിക്ക് പറഞ്ഞ സിനിമ പറ്റിയാണെങ്കിലേ 30 ആടുക്കൂട്ടാ. ചേച്ചി, ഈ വെണ്ട സാബു. നീ ചെറിയ ചെക്കനാണല്ലോടാ. എന്താ കോള്? അല്ല ഒന്നുമില്ല. ദാ അങ്ങോട്ട് പോ. തന്ന കാശിനുള്ള പണി ഞങ്ങൾ ചെയ്യും. അവനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ അറിയിച്ചാൽ മതി. പൊയ്ക്കോ. പാലം പണി തീരുന്ന ദിവസം അടിക്കാൻ ഞാൻ മാറ്റി വെച്ചിരുന്ന ഈ സ്കോച്ച് ഞാൻ ഇപ്പം പൊട്ടിക്കണമെങ്കിൽ അതെനിക്ക് എത്രമാത്രം സന്തോഷമുള്ളതുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാവില്ല മോനെ കൃഷ്ണ. മോനോ? ചില സിനിമയിലെ പോലെ എനിക്ക് തോന്നുന്നു, ഒരു നായകനും ഒരു വില്ലൻ. നായകനും വില്ലനും ഫുൾ ഫൈറ്റാണ്. അവസാനം നമ്മൾ ജയിക്കുന്നു. സാറിന് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ സിനിമയിൽ നിങ്ങൾ നായകനാണോ അതോ വില്ലനാണോ? വേണ്ടാത്ത സമയത്ത് ഇങ്ങനെ ഓരോ ഡയലോഗ് കയറി വരും. എടോ, ആ ചെറുക്കന് എൻ്റെ മാളൂനേക്കാൾ ഒരു 4-5 വയസ്സല്ലേ കൂടുതൽ കാണുള്ളൂ. വെണ്ട സാബു. ആരാ? വെണ്ട സാബു. വെണ്ട സാബു? അതെ. ആ, എന്തു വേണം? ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ. കൊട്ടേഷൻ? എന്ത് കൊട്ടേഷൻ? നിങ്ങളുടെ കൈയും കാലും തല്ലി ഓടിക്കാൻ. എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കോണം. ഇല്ലെങ്കിൽ കമ്പി വീണതാ. ബോധമില്ലാത്തതിനെ തല്ലിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ബോധം വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇരുത്തല്ലരുത്, ഞാൻ പൊയ്ക്കോളാം. എനിക്ക് നാളെ മറ്റന്നാളും വേറെ വർക്കുള്ളതാ. കൊക്കോ, നിന്നെ വിട്ടതാരാന്ന് എനിക്കറിയാം. ഉദ്ദേശിക്കുന്ന ആളല്ലേ എന്നെ വിട്ടത്. പനിയായിപ്പോയി, ഇല്ലേ കാണിച്ചു തരായിരുന്നു.
ഹലോ മാളു, ഹലോ. ഡിസ്ചാർജ് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സർ പ്ലീസ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ സാർ. ഇത് ചെയ്താൽ ഞാൻ കണ്ടില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല സർ. സഹകരിക്കും. അതിനെനിക്ക് പരാതി ഇല്ലല്ലോ സാർ. ശരി സർ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കൊന്ന് അന്വേഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ശരിക്കും സാർ ആളിനെ കണ്ടില്ലേ? ആ ഇവിടെ ആയിരുന്നു. എടാ ഗപ്പി, എഞ്ചിനീയർ പള്ളക്കിട്ടാരെ കുത്തി. ആരാണെന്നറിയില്ല. അയാൾക്ക് വല്ലതും പറ്റിയോ? ചത്തില്ല. ഹോസ്പിറ്റലിൽ പെരുന്നാളിന്റെ ആളാ, പോലീസും പട്ടാളും. പട്ടാളോ? അത് ഞാൻ ഒരു ഗുമ്പിന് പറഞ്ഞ. നീ എന്താ അവിടെ പേടിച്ചിരിക്കുന്നത്? എടാ വെണ്ട. വെണ്ടയൊന്നല്ലേ ഇത്, ഞാൻ വെണ്ടയെ വിളിച്ചാണ്. കുന്തം ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാ വെണ്ട കുത്തിയിട്ടിറങ്ങി പോകുന്നത്. അപ്പോൾ വെണ്ട എന്നോട് നുണ പറഞ്ഞാണോ? കൊട്ടേഷൻ പണി നടത്തുന്ന വെണ്ടയ്ക്ക് നിന്നോടൊരു നുണ പറയാനാണോ പാട്? അത് ശരിയാണല്ലോ. പോലീസ് ചോദിച്ചപ്പോൾ കുത്തിയാളെ കണ്ടില്ലെന്ന് അയാൾ പറഞ്ഞു. വയറ്റി കുത്തിയാളെ കണ്ടില്ലെന്നോ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? പോലീസിന് വിശ്വാസം വന്നില്ല. എന്നിട്ടും അയാളൊന്നും പറഞ്ഞില്ലെന്നാ ഓരച്ചൻ പറഞ്ഞു. വെണ്ട മുഖത്തൊരു തുണി പോലും ചുറ്റാതെ വന്നത്. അവൻ പറഞ്ഞ ഞാനും കുടുങ്ങും. അപ്പോൾ വെണ്ടയ്ക്ക് നിന്റെ പേരറിയോ? എന്തിനാ പേര്? ഒരു പയ്യനാന്ന് പറഞ്ഞാ പോരെ? എല്ലാവർക്കും മനസ്സിലാവും ഞാനാണ്. ഇനിയിപ്പോൾ അയാൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞത് നിനക്ക് തിരിച്ച് പണി തരാനാണെങ്കിലോ? എങ്ങനെ? നിന്നെ തിരിച്ചു കുത്താനാണെങ്കിലോ? നീ തളരല്ലേ, ഞാനില്ലേ? ഇല്ലെന്ന് പറയും. നിന്റെ അമ്മ അന്വേഷിക്കുന്നുണ്ട്, വേഗം വിട്ടോ. നീ അത് വിട്. അമ്മേ, കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, നീ അന്നെടുത്ത് വെക്കാം. അമ്മ എന്തിനാ ചൂടാക്കിയത്? ഞാൻ വന്നിട്ട് ചൂടാക്കുന്നില്ലേ? നീ എന്നെ ഒന്ന് കുളിമുറിയിലേക്ക് എത്തിക്കേ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പൊ തന്നെ 3-4 മണിക്കൂർ താമസിച്ചു. ഇനിയും താമസിച്ചാൽ വല്ല അസുഖം പിടിക്കുമെന്ന് പേടിച്ചിട്ടാ. ഞാൻ പോയി തോർത്തെടുത്തിട്ട് വരാം. നീ പോയി കഞ്ഞി കുടിക്കും. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കുളിച്ചോളാം. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം.
ചിന്നപ്പ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖല്ലേ? ആ സുഖമാണ് സാറേ. താനെ മുങ്ങുകയാണല്ലോ. ചായ ഞാൻ ഉണ്ടാക്കിയതാ. ചായ മാത്രമല്ല ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രെഡും ഓംലെറ്റ് ഒന്നുമല്ല, നല്ല ചോറും കറിയും. എന്താ സന്തോഷമായോ? നല്ല ചായ ആണല്ലോ. എന്നിട്ട് എന്താ ഇതെനിക്ക് അവിടെ വെച്ചിട്ടരാത്തെ? സാറ് ചെറുപ്പമല്ലേ, നല്ല ആരോഗ്യവും. പ്രായമായവർക്ക് ചായ ഇട്ട് കൊടുക്കേണ്ടത് ചെറുപ്പക്കാരല്ലേ. മാത്രമല്ല സാറിന്റെ ചായക്ക് ഒടുക്കത്തെ ടേസ്റ്റാ. എന്നിട്ടെന്താ ഇപ്പോ? നോട്ട് ദി പോയിന്റ്. ഇപ്പോ സാർ അവശന. പാപ്പു കാശ് നാളെ തരാം. എന്റെ പൊന്നുണ്ണി ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോടാ. ഓ വേണ്ടപ്പാ, നാളെ വരില്ലേ. ലാലിച്ചോ, ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ആ എന്തു പറ്റി? ഒരു ചായ നേരത്തെ. ഓ, ഈ റോഡിന് വീതി കൂട്ടാനൊന്നും പറഞ്ഞില്ലേ ഈ ചെക്കനിട്ട് പണി കൊടുക്കാൻ. എന്നിട്ടൊരുത്തനെയും കാണുന്നില്ലല്ലോ. ഈ ചായക്കടയും വിളിക്കേണ്ടി വരുമോ? ഇവനിട്ട് ചെയ്തതിന് അയാൾക്ക് ദൈവം കൊടുത്തു. നാളെ ഡിസ്ചാർജ് ആവും. ഇനിയും വന്നിട്ട് അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും വിട്ടു പറയുന്നു. കൃഷ്ണ സാറിനോട് ചോദിച്ചാൽ എന്തെങ്കിലും അറിയാൻ പറ്റും? അയാൾക്കൊരു കോപ്പ് പറഞ്ഞു തുടങ്ങ. പിന്നെ ഉദ്യമന് കോള. ആർക്കാ ചായ? ഇനി ഇത് എന്ത് ചെയ്യും? പെയിന്റ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കും. ചിന്നപ്പൻ പെയിന്റ് ചെയ്യോ? ഞാൻ പെയിന്റ് ചെയ്യില്ല. ഗപ്പി 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 നല്ലോണം പെയിന്റ് ചെയ്യും. അവനാ ഇവിടുത്തെ പെയിന്റിങ്ങുകളല്ല. പക്ഷെ ഒരു കുഴപ്പം, അവൻ എന്ത് പെയിന്റ് ചെയ്താലും അവസാനം ഗപ്പി വീടിന്റെ മോമ്പലിരിക്കും. എന്തൊരു വെയിറ്റാടാ. പകുതി വീട്ടിൽ വെച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. ഒന്നിച്ചാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ടാളെയും മാത്രമല്ല. ചായക്കടയിലെ പാപ്പനല്ലേ, അയാൾ ഇപ്പം എത്തും. കടയിൽ നിന്ന് അടച്ചോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നീര നന്ദി നന്നാ. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾ കൊക്കയ്ക്കുമായി. ഡൗൺ 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 ഡൗൺ. എടാ മുഖത്തടിക്കല് നേരടി. ഗപ്പി ഒരു വില കുറഞ്ഞ വളർത്തു മീനാണ്. ആ മീനെ വളർത്തി അതിനെ വിറ്റ് സ്വന്തം അമ്മയ്ക്ക് ഒരു വീൽ ചെയർ വാങ്ങാൻ കഷ്ടപ്പെടുന്നു ഒരു കൊച്ചു പയ്യന്റെ കഥ. നിർത്തരുത്. എന്താണിത്? ഇങ്ങനെ അഭിനയിക്കൊന്നും വേണ്ട. ന്യൂസ് ചാനൽ കൊടുക്കാൻ വേണ്ടിയാ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. എന്ത് ചങ്കേറും ആവട്ടെ. ഇത് ഏത് ചാനലിൽ വരുന്നത്? മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, CNN, IBN, NDTV, HDFC. ആ ജപ്തിയാൻ വരും. വീൽ ചെയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് പറ. അവനെ തേടിയുള്ള ഒരു വീൽ ചെയറിന്റെ യാത്രയിലേക്ക് കാരുണ്യവാനായ കച്ചവടക്കാരൻ ജോസഫേട്ടനിലേക്ക്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ ജീവിതമാണ് എൻ്റെ. അല്ലേടാ? അതെ. ഈ മണിക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് അക്കട അവനെ എൻ്റെ ശ്രദ്ധപ്പെട്ടെ. പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു സെമി ഓട്ടോമാറ്റിക് വീൽ ചെയറിന് കാശുണ്ടാക്കിയേ. അത് പിന്നീട് വളർന്ന് ഫുൾ ഓട്ടോമാറ്റിക് വീൽ ചെയറിലെത്തി. അത്രേ ഉള്ളൂ. ദാനധർമ്മിയും കരുണയുള്ളവനുമാണ് ജോസഫേട്ടൻ. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് പയ്യനൊരു ഫുള്ളി ഓട്ടോമാറ്റിക് വീൽ ചെയർ സർപ്രൈസ് ആയിട്ട് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. സൂപ്പർ. മണി വാ. അടിപൊളിയാണ്ടാ. നിന്റെ ഇടക്കിടക്കുള്ള പാസിംഗ് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ലൈവാക്കിയതാ. നല്ലല്ലേ? എന്നാ പിന്നെ നിനക്ക് എൻ്റെ ഒപ്പം
ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നൂടെ? വേണ്ട ചിങ്ക, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തോളാം. സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായ ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടില്ല. എനിക്കിനി ഒരു കടയിൽ കിട്ടില്ലേ? നീ പേടിക്കണ്ടടാ, അയാൾ നിന്നെ ഒരു ചുക്ക്. നിനക്കത് പറയാം, തെറ്റിയത് ഞാനല്ലേ. ഭയല്ലേ? ഭയം നല്ലതാ. പിന്നെ അയാളെ കണ്ട വെറുതെ പേടിച്ച് കരഞ്ഞ് ഒറ്റ നിപ്പങ്ങ് നിൽക്കരുത്. അതെന്താ? ഓടുക, ആവുന്നത്ര വേഗത്തിലങ്ങ് ഓടുക. മമ്മി പറഞ്ഞ പോലെ ഞാനും ചീത്ത കുട്ടിയായി നടക്കില്ല. എസ്തപ്പാനെങ്കിളുടെ കൂടെ പണിക്ക് പോവുക. എന്തിനാ വെറുതെ തള്ളമാരെ തീങ്ങിയിരിക്കുന്നത്? നീ വീട്ടിലേക്കല്ലേ? ഞാനില്ല. അപ്പോൾ അമ്മയുടെ കാര്യമോ? അമ്മയുടെ കാര്യമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നിന്നെ പാപ്പൻ അന്വേഷിച്ചു. ഞാൻ ആ വഴിക്കില്ല. അയാൾ ഇനി എങ്ങനെ അതുവഴി വന്നാലോ? നീ ഇങ്ങനെ ഒളിച്ചും പാത്തും എത്ര കാലം നടക്കും? പൊന്നുപ്പ, ഈ പൊട്ട വണ്ടി ഒന്ന് വിറ്റൂടെ? ഇപ്പൊ പുതിയൊരു സ്കൂട്ടർ വാങ്ങിയ നീ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോഴേക്കും അത് പഴയതാകും. അങ്ങനെ മതിയോ? ഇപ്പൊ വാങ്ങണ്ട. ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചു. സൈക്കിളിൽ പോയില്ലേ? അയാളുടെ പേരെന്തോ ഉപ്പ? എന്തിനാ? ആ വെറുതെ പറയൂ ഉപ്പ. ഗപ്പിന്നാ എല്ലാരും വിളിക്കുന്നത്. അതെന്ത് പേരാണ്? അതവനെ കളിയാക്കി വിളിക്കുന്നതാ. ഗപ്പി അവൻ വളർത്തുന്ന മീനിന്റെ പേരാ. നിന്റെ കൂട്ടുകാർ തരുന്നത്, നീ വളർത്തുന്നത്. ഓ അതല്ല, ശരിക്കുള്ള പേരറിയോ? ഓന്റെ ഉമ്മ പണ്ട് അവനെ വിളിച്ചു കേട്ടിട്ടുണ്ട്, മിഖായലേന്ന്. ഓനതറിയോ എന്തോ? അതെന്താ മിഖായൽ? അതൊരു മാലാഖയുടെ പേരാണ്. നമ്മുടെ ഖുറാനിലുണ്ട് അതേ മാലാഖ. ഉപ്പുപ്പ, ദേ എഞ്ചിനീയർ സാർ. ഇതാ ഈ ഫാൻ ഇവിടെ ഇരിക്കട്ടെ. കേരള സർക്കാരിൻ്റെ സാധനമാണ്, പക്ഷെ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. ഇരിക്കും സർ. ഇരിക്കും. ഇല്ല സർ. ഇരിക്കുക. നിങ്ങൾ റെയിൽവേയുടെ പെർമനൻറ്റ് സ്റ്റാഫാണോ? അല്ല, ടെമ്പററി ആണ്. ഇപ്പോഴാണെങ്കിൽ റിട്ടേൺ പാസ്സാവണം. അപ്പോൾ ഈ ഗേറ്റിൽ ജോലി പോയാൽ വേറൊന്നും കിട്ടില്ല അല്ലേ? ഒരു നാടിൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.